എല്ലാവർക്കും നമസ്കാരം. ചില മനുഷ്യർക്ക് ചില കാലങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ദുരന്തങ്ങളിൽപ്പെട്ട് കഷ്ടതകളിൽപ്പെട്ട് ആകെ അസ്വസ്ഥരായ അവർ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണണം, ജീവിതത്തിൽ ഒരു മാറ്റം വേണം, ജീവിതത്തിൽ ഒരു നവോന്മേഷം വേണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് സ്വാഭാവികമായും അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഒരു ജ്യോതിഷിയെ സമീപിക്കുക എന്നുള്ളതാണ്. ജ്യോതിഷിക്ക് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ? ഒരു ജ്യോതിഷിക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിലേക്ക്, ഒരു നവോന്മേഷത്തിലേക്ക്, ഒരു നവചൈതന്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ? ശ്രീ വിജയ് മേനോൻ ചെയ്ത ഒരു പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അമ്മ മാറുമ്പോൾ ഒരു വീട് മാറുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. രാവിലത്തെ സമയം എഴുന്നേറ്റ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികൾ സ്കൂളിൽ പോയാൽ ഈ അമ്മ പുറത്തേക്ക് വരികയാണ്. താമരക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് പോയപ്പോൾ കണ്ടത്, വീട്ടിൻ്റെ മുമ്പിൽ 4-5 ഇഷ്ടിക ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ വീട്ടമ്മ ചെയ്യുന്നത് എന്താണെന്നൊരു ഇഷ്ടികയുടെ മുകളിൽ പക്ഷികൾക്ക് വേണ്ടി ധാന്യം ഇടുകയാണ്. നമ്മൾ ആലോചിക്കുക, നമുക്ക് വർഷങ്ങളോളം ഇരുന്ന് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഒരു കർമ്മം ഇങ്ങനെ ചെയ്യാൻ പറ്റിയാണ്ടല്ലോ. ദിവസവും ഈ അമ്മ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു പിടി അരിയെടുത്ത് പ്രാർത്ഥിച്ച് പക്ഷികൾക്കിടുകയാണ്. ഇത് ശാസ്ത്രമാണ്. നമുക്കറിയാം, പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രധാനപ്പെട്ടൊരു യജ്ഞമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭൂതയജ്ഞമാണ്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ ഞാനും നിങ്ങളും നടക്കുന്ന സമയത്ത്, ശ്വസിക്കുന്ന സമയത്ത്, വ്യവഹരിക്കുന്ന സമയത്ത് അറിയാതെ കൊല്ലുന്ന പല ഇൻസെക്ട്സിനും ഉറുമ്പിനും വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പക്ഷികളെ ഞാൻ ഊട്ടുന്നു എന്നാണ്. ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, അമ്പലപ്പുഴയിലെ ഒരു സ്കൂളിൽ, അമ്പലപ്പുഴ ശ്രീ സത്യസായി സ്കൂളിലും ആലപ്പുഴയിലെ ശ്രീ സത്യസായി ഓർഫനേജിലും ദിവസവും രാവിലെ 7:30 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് ആദ്യം ചെയ്യുന്നത് കുട്ടികൾ ഭൂതയജ്ഞം നടത്തിയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഒരു പിടി അരി കൊണ്ടിടുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ നാനാഭാഗത്തു നിന്ന് പറന്നു വന്ന് പക്ഷി ഇത് കഴിച്ചിങ്ങനെ പോകുന്നു. എന്തൊരു ഇക്കോ സിസ്റ്റമാണ് ശരിക്കും. ഇത്തരം ആക്ഷൻസ് നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യണം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, നമ്മൾ ചെയ്ത് കാണിക്കണം. അല്ലാത്തിടത്തോളം കാലം മാറ്റം വരില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം വരുന്നത് ജ്യോത്സ്യന്റെ ചാർത്തിൽ നിന്നാണ് എന്നാണ്. ശരിക്ക് ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി നമ്മളിങ്ങനെ ഡോക്യുമെന്റ് വെക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, വ്യാഴം അവിടെ, ബുധൻ ഇവിടെ, ശനി ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ മാത്തമാറ്റിക്കൽ ഡോക്യുമെന്റ് ആണത്. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു, യുവർ ഹോറോസ്കോപ്പ് ഈസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് യുവർ പാസ്റ്റ് കർമ്മ എന്നാണ്. വാട്ട് എ സ്റ്റേറ്റ്മെന്റ്! ഈസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് യുവർ പാസ്റ്റ് കർമ്മ. അപ്പൊ അത് വെക്കുന്ന സമയത്ത് ഈ ജന്മം ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഈ ജന്മം ആരെയൊക്കെ പഴിചാരിയിട്ടുണ്ട്, ഈ ജന്മം ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, ഈ ജന്മം ആരെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റോടുകൂടി ഇത് തിരിച്ചു വരുമെന്നൊരു സത്യം നമുക്ക് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സാധിച്ചാൽ തിന്മയുടെ തോത് തന്നെ കുറയും.